ഇന്നത്തെ യാത്ര എൻ്റെ കൊച്ചു വള്ളത്തിൽ കായലിലൂടെയാണ്. ഇതൊരു ചെറിയൊരു വള്ളമാണ്. അതുകൊണ്ട് തന്നെ തുഴയുന്നവർക്ക് കുറച്ച് അഭ്യാസങ്ങളൊക്കെ അറിയാമെങ്കിലേ ഇതിൽ യാത്ര ചെയ്യാനാവും. കൊതുമ്പ് വള്ളത്തെക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു ഫൈബർ വള്ളമാണിത്. സാധാരണ തടിയാണ് വള്ളം പണിയാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ന് തടി വള്ളങ്ങൾ കുറഞ്ഞു വന്നു തുടങ്ങി. ആ സ്ഥാനം ഫൈബർ വള്ളങ്ങൾ കീഴടക്കി. ഇത് പമ്പയാറിൽ മണിമല അച്ചൻകോവിൽ എന്നീ മറ്റ് 2 ആറുകളും കൂടി ചേർന്നൊഴുകുന്ന പ്രദേശമാണ്. പമ്പയാറിൻ്റെ തുടക്കത്തിൽ വേറെയും ആറുകൾ പോഷക നദിയായി വന്ന് സംഗമിക്കുന്നുണ്ട്. 21ഓളം ഡാമുകളും അതിനോടനുബന്ധിച്ചുണ്ട്. ഇതിൻ്റെ ഇരുകരകളിലും വീടുകളാണ്. ഇപ്പോൾ വീടുകൾക്ക് മുമ്പിലൂടെ റോഡുകളും വന്നു തുടങ്ങി. പ്രധാനമായും കൃഷിയെ ആശ്രയിച്ചാണ് എല്ലാവരുടെയും ജീവിതം. അത്യാവശ്യം മത്സ്യബന്ധനവും. ഒഴിവു നേരങ്ങളിൽ ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്നത് എല്ലാവരുടെയും ഹോബിയാണ്. വലിയ വാള ഒഴുകി പോയിട്ട് പിടിക്കാത്ത തന്നെ. വാള ഒഴുകി പോന്ന് പിടിക്കാൻ. ഇതാ വലിയറ തോട് വഴി അങ്ങ് കയറിപ്പോയത്. ഞാൻ കണ്ണൂരുകാരനല്ലേ, പിന്നെ എങ്ങനെ വള്ളം തുഴയാൻ പഠിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. ശരിയാണ്, വള്ളം തുഴയാൻ പഠിക്കാൻ കുറച്ച് പാടാണ്. അതുപോലെ തന്നെ കൊതുമ്പ് വള്ളങ്ങൾ, അതിൽ കയറിയിരിക്കാൻ പാടാണ്. അതുപോലെ തന്നെ കയറിയിരുന്നാൽ ബാലൻസ് ചെയ്തിരിക്കണം. അതറിയില്ലെങ്കിൽ വള്ളം ചെരിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ പോകും. ഞാനിവിടെ 24 വർഷം പിന്നിട്ട്. ഞാൻ എൻ്റെ കസിൻ്റെ കൂടെയായിരുന്നു. എൻ്റെ കസിൻ്റെ വീട്ടിൽ ചെറുതും വലുതുമായി 3-4 വള്ളങ്ങളുണ്ടായിരുന്നു. ചെറുത് ഇതിനേക്കാൾ ചെറുതായിരുന്നു. അതിൽ പഠിച്ചാൽ ഏത് വള്ളത്തേലും കയറി യാത്ര ചെയ്യാം. കാരണം അതിൽ കയറി യാത്ര ചെയ്യുക അത്രയും പാടാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബോട്ടുകളും മറ്റും നമ്മെ ക്രോസ് ചെയ്തു പോകുമ്പോൾ ഓളത്തിനനുസരിച്ച് വള്ളം നിയന്ത്രിച്ചില്ലെങ്കിൽ വള്ളം മറിയും. ശാന്തമായി ഒഴുകുന്ന ആറ് പോലെ തന്നെയാണ് ഇവിടുത്തെ മനുഷ്യരും. എല്ലാവരും ശാന്ത സ്വഭാവക്കാരാണ്. അതുതന്നെയാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. രാവിലെയും വൈകുന്നേരവും ഇതുപോലെ വള്ളത്തിൽ കയറി യാത്ര പോവുക മനസ്സിന് ഉന്മേഷവും ഉണർവും സന്തോഷവും പകരുന്ന കാര്യമാണത്. ചുറ്റിനും മനോഹര കാഴ്ച, പറഞ്ഞറിയിക്കാൻ വയ്യ. അത് നേരിട്ട് അനുഭവിച്ചാലേ മനസ്സിലാവും. എല്ലായിടത്തെയും പോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെ പിടിയിലായിരുന്നു ഈ നാടും. ചുറ്റിലും വെള്ളം. കാരണം ഇത് ഒരുപാട് ദ്വീപുകൾ ചേർന്നൊരു നാടാണിത്. മഴക്കാലമായ വെള്ളപ്പൊക്കം, വെള്ളം കയറി കൃഷി നശിച്ചു പോവുക, യാത്ര ചെയ്യാൻ വള്ളമല്ലാതെ മറ്റു മാർഗങ്ങളില്ല, റോഡില്ല, പാലങ്ങളില്ല, അങ്ങനെ. അതുപോലെ തന്നെ ജോലിയും അതിനൊത്ത ശമ്പളവും ഇല്ലായിരുന്നു. ഇവിടുത്തെ വലിയൊരു രസം എന്തെന്നാൽ സമുദ്രനിരപ്പിനേക്കാൾ 1 മീറ്റർ താഴെയാണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്. കായലിനേക്കാൾ 1 അടി താഴെയാണ് ഇവിടുത്തെ പാടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പാടങ്ങളിൽ വെള്ളം കയറ്റാൻ യന്ത്രങ്ങളുടെ ആവശ്യമില്ല. പല സ്ഥലങ്ങളിലായി കുഴലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തൂമ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ആവശ്യത്തിന് വെള്ളമായാൽ അത് അടച്ചു വയ്ക്കും. വൈക്കോലോ പുല്ലോ ചാക്കിൽ നിറച്ച് ആ കുഴലുകളിൽ തിരികെ അടച്ചു വയ്ക്കും. തുടർന്ന് ആവശ്യം കഴിഞ്ഞ് പാടങ്ങളിലെ വെള്ളം പുറത്തു കളയാൻ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. അതിനായി ഓരോ ഏരിയകളിൽ 2-3 മോട്ടോർ തറകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും. താഴെയുള്ള വെള്ളത്തെ ഉയർത്തി തോടുകളിലേക്ക് ഒഴുക്കി കളയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ കൃഷി നടക്കുന്നത്. പണ്ട് പാഠപുസ്തകത്തിൽ കുട്ടനാടിനെ പറ്റിയും ഇവിടുത്തെ കൃഷിരീതികളെ പറ്റിയും പഠിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വരാനും ഇവിടെ ജീവിക്കാനും പറ്റും എന്നൊരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഇവിടെ വന്ന് ഇതുപോലൊരു യാത്ര പോയാൽ ജീവിതത്തിൽ ഒരിക്കലും നാം അത് മറക്കില്ല. അത്രയും നൊസ്റ്റാൾജി ഉണർത്തുന്ന കാഴ്ചകളാണ് ഇവിടെ. ഇവിടെ എവിടെ പോയാലും ഒരേ കാഴ്ചകളാണ്. വെള്ളം, തെങ്ങ്, നെൽപ്പാടം. എന്നാലും നാം അത് മടുക്കില്ല. കൂടെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന മന്ദമാരുതനും. വള്ളം തുഴഞ്ഞു പോകുന്ന കാഴ്ചകളും ഇപ്പോൾ ഇവിടെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അതിന് യന്ത്രം പിടിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ വള്ളം എന്നത് തോണി എന്നാണ് പറയുക. എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ വഞ്ചി എന്നും വിളിക്കുന്നു. സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിലെ അടുത്തുള്ള പുഴയിൽ പോയി നീന്തൽ പഠിച്ചിരുന്നെങ്കിലും വെള്ളത്തിന് മുകളിലുള്ള യാത്ര എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു. അതുതന്നെയാണ് വാസ്തവം. ആദ്യമായി അങ്ങനെ യാത്ര ചെയ്യുന്നത് മാഹിപ്പള്ളിയിലെ പെരുന്നാളിന്. അവിടെ ഒരു ഉല്ലാസ ബോട്ട് ആളുകളെ കയറ്റി കുറച്ചു നേരം യാത്ര പോകുന്നുണ്ടായിരുന്നു. അതിൽ ഞാനും കയറിപ്പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോഴേ എൻ്റെ ചിന്ത അത് മുങ്ങുമോ എന്നതായിരുന്നു.
മനസ്സിൽ ആദി കയറി എങ്ങനെയും കരക്കിറങ്ങിയാൽ മതി എന്നായിരുന്നു പിന്നീടുള്ള ചിന്ത. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞാണ് ആലപ്പുഴയിൽ എത്തിപ്പെടുന്നത്. എന്തെന്നറിയില്ല, വെള്ളവും കാടും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതുപോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രയും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. വൈകിയാണ് ആലപ്പുഴയും ഇവിടുത്തെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപുകളെയും പറ്റി ഞാൻ അറിയുന്നത്. പിന്നീട് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെടണം എന്നായി എൻ്റെ ചിന്ത. ആ സമയം ഞാൻ കൊല്ലം ചടയമംഗലത്തുള്ള ഒരു ബ്രെഡ് കമ്പനിയിൽ ജോലിയെടുക്കുന്ന സമയം. അങ്ങനെ അന്വേഷിച്ച് ആലപ്പുഴയിലൊരു ജോലി ഞാൻ കണ്ടെത്തി. പോരാനിരുന്ന എന്നെ ആലപ്പുഴ മുഴുവൻ പകർച്ചവ്യാധികളുടെ നാടാണെന്നും ഇവിടെ എല്ലാവർക്കും മന്താണെന്നും പറഞ്ഞെന്നെ മാനേജർ തടഞ്ഞു. അത് കേട്ട് പേടിച്ച് ഞാൻ എൻ്റെ ആഗ്രഹം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. അന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ബന്ധുക്കാരിവിടെയുള്ള വിവരം. അങ്ങനെ ഒരിക്കൽ എൻ്റെ ആഗ്രഹ പൂർത്തീകരണം എന്ന പോലെ ഒരു ഫോൺ കോൾ അതേ ബ്രെഡ് കമ്പനിയിലേക്ക് വന്നു. ആലപ്പുഴയിൽ നിന്ന് എൻ്റെ കസിൻ ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ എത്തി. ആദ്യമായി കടത്തുവള്ളത്തിൽ കയറി ഇക്കരെ വന്നു. മനസ്സിലെ ആവേശം പേടിയെ മൂടിക്കളഞ്ഞു. അതുകൊണ്ട് വള്ളത്തിൽ കയറാൻ എനിക്ക് പേടി തോന്നിയില്ല. അന്ന് മാനേജർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇവിടുത്തെ ഓരോ കാഴ്ചകളും. ഒരു സാധാരണ പ്രദേശം, മനോഹരമായ കാഴ്ചകൾ, നല്ല ആളുകൾ. അങ്ങനെ ഇതായി എൻ്റെ സ്വർഗം. ഈ കാണുന്നതാണ് മോട്ടോർ തറ. കണ്ടത്തിലെ വെള്ളം വറ്റിക്കേണ്ട സമയം വരുമ്പോഴാണ് ഇത് പ്രവർത്തിക്കുക. ഒരു മോട്ടോർ തറയ്ക്കും ഓരോ ആൾക്കാരെ വീതം നിയമിച്ചിട്ടുണ്ടാവും. വലിയൊരു മോട്ടറും അതിനോടനുബന്ധിച്ച ഉപകരണങ്ങളുമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പ്രധാനപ്പെട്ട സമയങ്ങളിൽ രാത്രിയും പകലും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് മാറി ഉള്ളത് വേറൊരു മോട്ടോർ തറയാണ്. അതിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആദ്യം കണ്ട മോട്ടോർ തറ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. മോട്ടോർ തറ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെയുള്ള വള്ളത്തിലുള്ള പോക്ക് ഇച്ചിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നല്ല ഒഴുക്കുണ്ട് അവിടെ. ഞാനൊന്ന് ചെറുതായൊന്ന് പെട്ടു, കാരണം നല്ല ഒഴുക്കാണ്. അതുപോലെ തന്നെ മോട്ടോർ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടുത്തെ വെള്ളം നല്ല കലക്കാണ്. ഇതിൻ്റെ ഇരുകരകളിലും വീടുകളുണ്ട്. അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കൂടിയാണിത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നടുക്കൂടെ, ഈ തോടിൻ്റെ നടുക്കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഈ തോട് അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നടുക്കൂടെ മണ്ണടിച്ച് അതിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒഴുക്കും കുറവാണ് ഇവിടെ. ഒരു സൈഡിൽ കൂടെയുള്ള ഒഴുക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ശരിക്കും ഒരു ജോലിക്ക് ഇറങ്ങിയതാണ്. ഇവിടെ അടുത്തൊരു വീട്ടിൽ ഒരു മരത്തിൽ കുറച്ച് ശിഖരം വെട്ടാനുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങിയതാണ്. അതിലെയാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. അവിടെ ഒരു പാലം പണിയുന്നുണ്ട്. അതുകൊണ്ട് ഈ തോട് കുറച്ച് നാളായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വള്ളത്തിൽ നിന്നിറങ്ങി ഈ സൈഡിലൂടെ ഒന്ന് നടന്നു, ഈ തോടിൻ്റെ സൈഡിൽ കൂടെ. വളരെ മനോഹരമായൊരു സ്ഥലം. ഇതിൻ്റെ സൈഡിലൊരു വീടുണ്ട്. അവരാണ് ഈ വഴിയും ഈ കടവൊക്കെ മനോഹരമായി സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് വൈകുന്നേരങ്ങളിൽ കാറ്റ് കൊള്ളാനൊക്കെ നല്ല രസമായിരിക്കും. എനിക്കിവിടെ ഇരിക്കാൻ തോന്നി. ഇവിടെ ചിലരിങ്ങനെയാണ്, വീടും അവരുടെ കടവും വീടിന് മുന്നിലെ വഴികളും എല്ലാം മനോഹരമാക്കിയിടും. അതുതന്നെ നമുക്ക് വളരെ മനസ്സിന് സന്തോഷം തരുന്നൊരു കാഴ്ചയാണ്. ഇവിടെ അക്കരെ ഇക്കരെ ഇറങ്ങാൻ ഓരോ ഏരിയ തിരിച്ച് പഞ്ചായത്ത് കടത്തുവള്ളം ഇറക്കാൻ അനുമതി കൊടുക്കും. ആ അനുമതി കിട്ടാൻ ഒരു നിശ്ചിത തുക പഞ്ചായത്തിൽ അടയ്ക്കണം. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ലേലം വിളിച്ചാണ് ആളെ കണ്ടെത്തുക. കൂടുതൽ തുക വിളിക്കുന്നവർക്ക് അനുമതി കൊടുക്കും. ഇന്ന് പല സ്ഥലങ്ങളിലെയും കടത്തിറക്ക് നിലച്ചു. കാരണം എല്ലായിടത്തും റോഡുകളും പാലങ്ങളും വന്നു കഴിഞ്ഞു. കോവിഡിൻ്റെ സമയത്ത് ഈ കടത്തുവള്ളങ്ങളെല്ലാം ഇറക്കുന്നൊരു നിരോധനം വന്നു. അങ്ങനെയാണ് ഞാനൊരു വള്ളം വാങ്ങുന്നത്. കാരണം കുടിവെള്ളം എടുക്കാനും മറ്റും അക്കരെ ഇറങ്ങാതെ നിവർത്തിയില്ലായിരുന്നു. അപ്പോൾ വീടിനടുത്ത് തന്നെ ഫൈബർ വള്ളം പണിത് നൽകുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പുള്ളിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ വള്ളം വാങ്ങിയത്. കുട്ടനാടിൻ്റെ വേറൊരു പ്രത്യേകത, ഇവിടെ കരയായി കാണുന്നതെല്ലാം മനുഷ്യൻ്റെ അധ്വാന ഫലമായി നിർമ്മിച്ചെടുത്തതാണ് എന്നുള്ളതാണ്. മാൻമേഡ് ദ്വീപുകളാണ്.
പണ്ടിവിടെ മുഴുവനും വെള്ളമായിരുന്നു. പിന്നീട് കൃഷി ചെയ്യുന്നതിനായി ചുറ്റിനും മണ്ണ് കൊണ്ട് ബണ്ട് പിടിച്ച് കൃഷി തുടങ്ങി. പിന്നീട് ചുറ്റുമുള്ള ബണ്ടുകൾ വീതി കൂട്ടി വീടുകൾ പണിത് താമസം തുടങ്ങി. ആദ്യമായി ഇവിടെ എത്തിപ്പെടുന്നവർക്ക് ഈ ഭൂപ്രദേശത്തിൻ്റെ കിടപ്പ് ഒന്നും മനസ്സിലായില്ല. എങ്ങോട്ട് പോകുന്നെന്നോ എവിടെ എത്തിയെന്നോ. ചൂട് കൂടിയ കാലാവസ്ഥയാണിവിടെ. എന്നാൽ എപ്പോഴും കാറ്റ് വീശുമെന്നതിനാൽ ചൂട് അത്ര അറിയില്ല. ഇവിടെ എവിടെ കുഴിച്ചാലും 1-2 അടി കുഴിച്ചാൽ വെള്ളം കിട്ടും. ആറ്റിലെ വെള്ളം തന്നെ ആയതിനാൽ കുടിക്കാൻ എടുക്കില്ല. നേരത്തെ എടുക്കുമായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ വെള്ളം ശുദ്ധമല്ല. അത് തന്നെ കാരണം. ഇവിടെ ശരിക്കും കുട്ടനാട്ടിലെ ഉയർന്ന പ്രദേശമായതിനാൽ വെള്ളപ്പൊക്കം അത്ര പേടിക്കേണ്ടതായി വരാറില്ല. കുറച്ച് മാറിയുള്ള പ്രദേശങ്ങളെല്ലാം ചെറിയ രീതിയിൽ വെള്ളം പൊങ്ങിയാലും വീടുകളിൽ വെള്ളം കയറും. അതുപോലെ മാർച്ച് മാസമൊക്കെ ആകുമ്പോഴേക്കും തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടർ തുറക്കും. അതുവഴി ഉപ്പുവെള്ളം കയറി വരും. പിന്നെ ഈ വെള്ളമെല്ലാം ഉപ്പാവും. ആ സമയം വളരെ ബുദ്ധിമുട്ടാണ്. കുളിക്കുമ്പോൾ സോപ്പ് പതയില്ല. തോർത്തുന്നതിന് മുന്നേ വിയർക്കും. ചൂടും കൂടുതലായിരിക്കും. പിന്നെ മഴ തുടങ്ങിയാലേ അതിനൊരു ശമനം വരൂ. കുട്ടനാടിൻ്റെ 2 രീതിയിലുള്ള ശുദ്ധീകരണ പ്രക്രിയയാണ് ഉപ്പുവെള്ളം കയറുന്നതും വർഷകാലത്തെ വെള്ളപ്പൊക്കവും. അതുപോലെ തന്നെ സമതല പ്രദേശമായതിനാൽ ഇവിടെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്നിങ്ങനെ ആണ് വഴി പറയാനൊക്കെ ഉപയോഗിക്കുന്നത്. മേലോട്ടും താഴോട്ടും പറഞ്ഞു പഠിച്ചവർ ഇവിടെ വന്ന നട്ടം തിരിയും. വേലിയേറ്റത്തിന് നേരെ തിരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ ഒഴുക്ക്. കാരണം ഒഴുകി വന്നിടത്തേക്ക് തന്നെ തിരിച്ചൊഴുകുന്നത് കാണാം. ഇവിടുത്തെ പാടത്ത് വർഷത്തിൽ 2 കൃഷിയുണ്ട്. പുറംബണ്ടിന് ബലക്കുറവുള്ളതിനാൽ മറ്റു പാടങ്ങളിലൊക്കെ ഒറ്റ കൃഷിയേ ഉണ്ടാവാറുള്ളൂ. 120 ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയും എന്നതാണ് നെല്ലിൻ്റെ സവിശേഷത. ഞാനിവിടെ എത്തിയ സമയങ്ങളിൽ നെല്ല് പാടത്ത് നിന്ന് ആളുകൾ കൊയ്തെടുത്ത് ചുമന്ന് കരയ്ക്കെത്തിച്ച് മെതി മെഷീനിൽ ഇട്ട് കൊടുത്ത് മെതിച്ചെടുക്കുന്ന പതിവായിരുന്നു. എന്നാൽ ഇന്ന് കൊയ്ത്ത് മെഷീൻ ഇറങ്ങി കൊയ്ത് മെതിച്ച് കരയ്ക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയായി. മാത്രമല്ല പാടത്ത് ജോലിക്കും ആളില്ലാതായി. ഞാനിനി തിരിച്ച് വീട്ടിലേക്കാണ്. തോട്ടിൽ നിന്നും നമുക്കിനി കായലിലേക്ക് ഇറങ്ങാം. ഇവിടെ യാത്രക്കാരുമായി പോകുന്ന ഹൗസ് ബോട്ടുകൾ കാണാം. അതുപോലെ തന്നെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ നിന്ന് നെല്ല് സംഭരിച്ച് കൊണ്ടുപോകുന്ന വള്ളങ്ങളെയും കാണാം. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലെ നെല്ലുകൾ മില്ലുകാർ ആളെ വിട്ട് നേരിട്ട് സംഭരിച്ച് വള്ളങ്ങളിൽ കയറ്റി ഈ റോഡ് ഗതാഗതമുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുകയും അവിടുന്ന് ലോറി മാർഗം മില്ലുകളിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വള്ളമാണ്, യന്ത്രം പിടിപ്പിച്ചൊരു വള്ളമാണ് ഈ പോകുന്നത്. അതിൻ്റെ സ്വരമാണ് നമ്മൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത്.